ഐസ്ലാൻഡ് എന്ന ദ്വീപുരാജ്യത്തിന്റെ തലസ്ഥാനമായ റെയ്ക്യാവിക് നഗരത്തിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. ഈ നഗരത്തിലേക്ക് ഞാൻ എത്തിയിട്ട് 15 മിനിറ്റേ ആയിട്ടുള്ളൂ. നഗരത്തിന്റെ ഏറ്റവും പഴയ ഭാഗങ്ങളൊക്കെയാണിത്. ആദ്യകാലത്ത് റെയ്ക്യാവിക്കിൽ ജനവാസം തുടങ്ങിയ പ്രദേശം. 2ഉം 3ഉം നിലയുള്ള കെട്ടിടങ്ങളാണ് പാതയ്ക്കിരുവശവും. വലിയ ഉയരമുള്ള അത്ഭുത നിർമ്മിതികളൊന്നും ഈ രാജ്യത്തില്ല. സാം ഹരിദാസ് എന്ന ഒരു മരങ്ങാട്ടുപുള്ളിക്കാരനാണ് എന്റെ കൂടെയുള്ളത്. 15 വർഷമായി ഐസ്ലാൻഡിൽ താമസിക്കുന്നയാളാണ് സാം. കുടുംബസമേതം ഇവിടെ താമസിക്കുകയാണ്. എയർപോർട്ടിൽ കാറുമായി വന്ന് എന്നെ ഈ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് അദ്ദേഹം. റെയ്ക്യാവിക്കിന്റെ ഡൗൺ ടൗൺ ഏരിയയിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത്. സമ്മർ ആയതുകൊണ്ട് ഡൗൺ ടൗണിൽ അത്യാവശ്യം ആളുകളൊക്കെയുണ്ട്. അവിടെ ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തു. എത്ര സമയത്തേക്കാണോ കാർ അവിടെ നിർത്തിയിടുന്നത് അതിനുള്ള പണമടയ്ക്കണം. പാർക്കിങ്ങിൽ ഇങ്ങനെ ഒരു വണ്ടിയുണ്ട്. ലാൻഡ് റോവറിന്റെ ഡിഫൻഡർ വണ്ടിയാണ്. ഒരു പിക്കപ്പ് വാഹനം. 110 XS ഡബിൾ ക്യാബ് പിക്കപ്പ് എന്നതാണ് മോഡൽ. ലാൻഡ് റോവറിന്റെ ഡിഫൻഡർ സീരീസിലെ പ്രധാന വാഹനമാണിത്. 1990-ലാണ് ലാൻഡ് റോവർ ഈ മോഡൽ ആദ്യമായി നിരത്തിലിറക്കുന്നത്. യൂറോപ്പിലെ കർഷകരുടെ ഇഷ്ടവാഹനമായി പെട്ടെന്ന് തന്നെ ഇത് മാറുകയായിരുന്നു. 2016 വരെ ഈ മോഡൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇപ്പോൾ യൂറോപ്പിൽ നല്ല റീസെയിൽ വാല്യൂ ഉള്ള വാഹനമാണിത്. ഇത്തരം വണ്ടികൾ കണ്ടുനിൽക്കുന്നത് എനിക്കിഷ്ടമാണ്. ഇവിടെ പാർക്കിങ്ങിനടുത്ത് തന്നെ ഇങ്ങനെയൊരു പള്ളിയുണ്ട്. ഒരു അഡ്വന്റിസ്റ്റ് ചർച്ചാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതായിരിക്കണം. ലൂതറൻ സഭയ്ക്കാണ് ഐസ്ലാൻഡിൽ പ്രാമുഖ്യം. ഈ രാജ്യത്തെ ജനസംഖ്യയിൽ 85% പേരും ലൂതറൻ സഭാവിശ്വാസികളാണ്. ഡൗൺ ടൗൺ ഏരിയയിലൂടെ നടന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഒരു ഭാഗം. റെയ്ക്യാവിക് നഗരത്തിലാണ് ഐസ്ലാൻഡിൽ ആദ്യമായി ജനവാസം ആരംഭിക്കുന്നത്. പാതയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഓരത്ത് റെസ്റ്റോറന്റും കോഫി ഷോപ്പുകളുമെല്ലാം കാണാം. റെയ്ക്യാവിക് എന്ന നോർവീജിയൻ പദത്തിനർത്ഥം പുകയുടെ തീരം എന്നാണ്. 9ാം നൂറ്റാണ്ടിൽ ആദ്യകാല കുടിയേറ്റ നേതാവ് ഇൻഗോൾഫർ അർണാർസൺ സ്ഥാപിച്ച നഗരമാണിത്. ഇപ്പോൾ ഒരു വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ് നടന്നു കയറുന്നത്. ഇവിടെ നിന്നിനി മുന്നോട്ടുള്ള ഭാഗത്ത് വാഹനങ്ങൾ അനുവദിക്കുകയില്ല. ഇതിലെ നടന്ന് വലത്തോട്ട് തിരിയുന്ന വഴിയുടെ അങ്ങേയറ്റത്താണ് ഞങ്ങൾ നേരത്തെ സന്ദർശിച്ച ഹാൾഗ്രിംസ് പള്ളി. ഇലക്ട്രിക് സ്കൂട്ടറിൽ കടന്നു പോകുന്നു ചിലർ. ഈ ഭാഗത്തെല്ലാം നടക്കാൻ മാത്രമേ അനുവാദമുള്ളൂ. റെസ്റ്റോറന്റുകളുടെ മേശകൾ തെരുവിലിറക്കിയിട്ടിരിക്കുന്നു. വിന്റർ അതികഠിനമായിരിക്കും ഇവിടെ. സമ്മറിൽ എല്ലാം ആകെ ഒന്ന് സജീവമാകും. സമ്മറാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. ആളുകൾ തെരുവിലൊക്കെ ഉണ്ടാവും. റെസ്റ്റോറന്റുകളിൽ കയറും. വിന്ററായി കഴിഞ്ഞാൽ പകലിന്റെ നീളം കുറയും. ഹാൾഗ്രിംസ് ചർച്ചിന്റെ ഗോപുരം അങ്ങകലെ ഇപ്പോഴും കാണാം. അതിന്റെ മുന്നിൽ നിന്നുമാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. റെയിൻബോ സ്ട്രീറ്റിലൂടെയാണ് ഇപ്പോൾ നടത്തം. നിലത്ത് മഴവില്ലിന്റെ നിറങ്ങൾ. കല്ലുകൊണ്ടും തടികൊണ്ടും പണിത പുരാതനത്വം തോന്നുന്ന കുറെ കെട്ടിടങ്ങൾ റെയിൻബോ സ്ട്രീറ്റിന്റെ ഓരത്തുണ്ട്. കഫേകളും ബോട്ടിക് ഷോപ്പുകളും ഗാലറികളുമെല്ലാം അവയിൽ പ്രവർത്തിക്കുന്നു. മോഡേൺ കെട്ടിടങ്ങളിൽ മരം കൊണ്ടുള്ള ഡിസൈനുകൾ ഉള്ളതുകൊണ്ട് സവിശേഷമായ ഒരു സൗന്ദര്യമുണ്ട്. ചിലയിടത്ത് സൈക്കിൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ. ഇതാണ് റെയിൻബോ സ്ട്രീറ്റിന്റെ പ്രധാന ഭാഗം. റെയ്ക്യാവിക് പ്രൈഡ് ഫെസ്റ്റീവ് എന്ന പരേഡിന്റെ സ്ഥിരം വേദിയാണ് ഈ തെരുവ്. വാഹനങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ തെരുവിലൂടെ സ്വതന്ത്രമായി അങ്ങനെ നടക്കാം. അങ്ങേയറ്റത്ത് ഹാൾഗ്രിംസ് പള്ളിയുടെ ഗോപുരം. കുറച്ചുനേരം ഞങ്ങൾ ആ തെരുവുകളിലൂടെയൊക്കെ ചുറ്റി നടന്നു. പിന്നെ തിരികെ നടത്തം തുടങ്ങി. കുടുംബസമേതം യാത്രയ്ക്ക് വന്നവരെയൊക്കെ കാണാം. അവർ ഒരു ഗൈഡിൽ നോക്കി സ്ഥലങ്ങൾ മനസ്സിലാക്കി നടക്കുന്നു. ടൂറിസ്റ്റുകൾക്കും നാട്ടുകാർക്കും വേണ്ടിയുള്ള വിവിധ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. ധാരാളം ലോക്കൽ കഫേകളും ബേക്കറികളും റെസ്റ്റോറന്റുമൊക്കെ വഴിയോരത്ത് കാണാം. എങ്കിലും മക്ഡൊണാൾഡ്സ്, സ്റ്റാർബക്സ് തുടങ്ങിയ ഇന്റർനാഷണൽ ബ്രാൻഡുകളൊന്നും ഈ തലസ്ഥാന നഗരത്തിലില്ല. മക്ഡൊണാൾഡ്സിന്റെ പല ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്ന നഗരമാണിത്. അവ ഓരോന്നായി പൂട്ടിപ്പോവുകയാണുണ്ടായത്. ഇന്നാട്ടുകാർക്ക് താല്പര്യമില്ലാതായതാണ് കാരണം. നടന്ന് വാഹനങ്ങളുള്ള തെരുവിലേക്കെത്തിയപ്പോൾ കാണുന്നത് മറ്റൊരു ഡിഫൻഡർ വാഹനമാണ്.
ഞാനത് ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഓടിച്ചിരുന്നയാൾ വണ്ടി നിർത്തി തന്നു. ഇവിടുത്തെ ആളുകൾക്ക് ഇങ്ങനെയുള്ള മര്യാദകളൊക്കെയുണ്ട്. ലാൻഡ് റോവർ 110 സീരീസിൽ ഉൾപ്പെട്ട വാഹനം തന്നെയാണിത്. പ്രമാണിയായ ഒരു ഓഫ് റോഡ് വാഹനം. അത്തരം വമ്പൻ വണ്ടികൾ കൊണ്ടു നടക്കുന്ന പല സായിപ്പുമാരും ഇവിടെയുണ്ട്. ഇവിടെ ഒരു ചുവന്ന കെട്ടിടമുണ്ട്. ചരിത്രമുള്ളൊരു കെട്ടിടമാണ്. തോർഫിൽദൂർ ഹോം എന്ന എഴുത്തുകാരിയുടെ വീടായിരുന്നു ഇത്. ഐസ്ലാൻഡിന്റെ മറ്റൊരു ഭാഗത്ത് ജനിച്ച് 17-ാം വയസ്സിൽ റെയ്ക്യാവിക്കിലെത്തിയ ആളാണ് തോർഫിൽദൂർ ഹോം. ഐസ്ലാൻഡിന്റെ ചരിത്രത്തിലെ ആദ്യ നോവലിസ്റ്റായിരുന്നു അവർ. കാനഡയിലേക്ക് കുടിയേറിയെങ്കിലും അവർ ഐസ്ലാൻഡിന്റെ കഥകളാണ് എഴുതിക്കൊണ്ടിരുന്നത്. 6 നോവലുകളും നിരവധി ചെറുകഥകളും എഴുതിയ തോർഫിൽദൂർ ഐസ്ലാൻഡിൽ ഏറെ ആദരിക്കപ്പെടുന്ന എഴുത്തുകാരിയാണ്. അത്തരത്തിൽ ചരിത്രമുള്ള കുറെ വീടുകൾ ഈ വഴിയോരങ്ങളിലെല്ലാമുണ്ട്. അതെല്ലാം ഏറെ വൃത്തിയോടെ സംരക്ഷിക്കുന്നുവെന്നതാണ് പ്രധാനം. ഒന്നും തന്നെ തകർന്ന് മുഷിഞ്ഞ് വൃത്തികെട്ട രീതിയിൽ കിടക്കുന്നില്ല. ഈ വലതുവശത്ത് കാണുന്നത് 1ഉം 2ഉം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. ഓരോന്നിനും അതിൻ്റെതായ ചരിത്രമുണ്ട്. ചിലതെല്ലാം പാരമ്പര്യ തനിമയോടെ നിൽക്കുന്നു. ഇത് ഇവിടുത്തെ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയാണ്. റെയ്ക്യാവിക് ജൂനിയർ കോളേജ് എന്നാണ് പറയുക. സാമിന്റെ മൂത്ത മകൻ പഠിക്കുന്നത് ഇവിടെയാണ്. അത് പിന്നിടുമ്പോൾ ഇവിടുത്തെ ഹർപ്പ കൺസേർട്ട് ഹാളിന്റെ അടുത്തേക്കെത്തുന്നു. മനോഹരമായ ഡിസൈനിലുള്ള ഒരു മന്ദിരം. ലാൻഡ്സ്കേപ്പ് ചെയ്ത് മനോഹരമാക്കിയ ഭാഗങ്ങൾ. അവിടെ നിന്നും ഞങ്ങൾ കടൽ തീരത്തേക്കാണ് എത്തിയത്. അങ്ങകലെ ഒരു മല കാണാം. ഇതാണ് ഹർപ്പ കൺസേർട്ട് ഹാൾ. 2011 മെയ് മാസത്തിൽ ഉദ്ഘാടനം ചെയ്ത കൺസേർട്ട് ഹാളാണ്. പുറം ഭാഗത്ത് നിന്ന് കാണുന്ന ഗ്ലാസ് കൊണ്ടുള്ള ഡിസൈൻ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ആകർഷണം. ഐസ്ലാൻഡിന്റെ ബസാൾട്ട് ലാൻഡ്സ്കേപ്പിനെ മാതൃകയാക്കിയാണ് കൺസേർട്ട് ഹാളിന് ആ ഡിസൈൻ നൽകിയിരിക്കുന്നത്. ഹർപ്പ കഴിഞ്ഞു ചെല്ലുന്നത് ഒരു കെട്ടിട സമുച്ചയത്തിനടുത്തേക്കാണ്. ഇതിൽ ചില മിനിസ്ട്രികളും സർക്കാർ ഓഫീസുകളുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതും ഐസ്ലാൻഡിന്റെ ബസാൾട്ട് ലാൻഡ്സ്കേപ്പിനെ അനുകരിച്ചുണ്ടാക്കിയ കെട്ടിടമാണ്. അത് പിന്നിട്ട് ഹാർബർ ഏരിയയിലേക്കെത്തുന്നു. ഇവിടെ ഒരു തീവണ്ടി എഞ്ചിൻ കിടക്കുന്നുണ്ട്. പണ്ട് ഹാർബറിലേക്ക് ചരക്കു നീക്കത്തിന് ഉപയോഗിച്ചിരുന്ന തീവണ്ടിയുടെ എഞ്ചിനാണ്. ഇതായിരുന്നു പണ്ട് ഈ രാജ്യത്തെ തന്നെ പ്രധാന ഹാർബർ. യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ചരക്കും ആളുകളുമൊക്കെ വന്നിറങ്ങി ഈ ഹാർബർ ഏറ്റവും സജീവമായിരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് വലിയ തോതിലുള്ള ചരക്കു നീക്കമൊന്നും ഇവിടെ നടക്കുന്നില്ല. കുറെ റെസ്റ്റോറന്റുകളുള്ള ഒരു ഭാഗത്ത് ഞങ്ങൾ വണ്ടി നിർത്തിയിറങ്ങി. ഓൾഡ് ഹാർബർ ഹൗസ് ഇവിടുത്തെ പ്രശസ്തമായ ഒരു റെസ്റ്റോറന്റാണ്. ഹാപ്പി അവർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ അധികം ആളുകളെ ഒന്നും കാണുന്നില്ല. ഒരു കെട്ടിടത്തിൽ ഹിമാലയൻ സ്പൈസ് എന്നു പേരുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെയാണ് സാം ഹരിദാസ് ജോലി ചെയ്യുന്നത്. ഷെഫാണ് അദ്ദേഹം. ഹാർബർ ഏരിയയിൽ മരം കൊണ്ട് നിർമ്മിച്ച കുറെ കെട്ടിടങ്ങൾ കാണാം. അതെല്ലാം ടൂറിസം കമ്പനികളുടെ ഓഫീസാണ്. ഒരേ നിറവും രൂപവുമുള്ള കെട്ടിടങ്ങൾ. ഇവിടെ നിന്നും വെയിൽ സഫാരി പോലുള്ള ടൂറുകൾക്കെല്ലാം ടിക്കറ്റ് എടുക്കാം. പല പല ആക്ടിവിറ്റികളുടെ ബുക്കിംഗ് ഓഫീസുകൾ. ആ കെട്ടിടങ്ങൾ ഇരിക്കുന്നത് ഹാർബറിന്റെ തിട്ടയിലാണ്. ഈ ഹാർബറിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രകൃതിദത്ത തുറമുഖമാണിതെന്ന് പറയാം. ചുറ്റും മലകളും ഉയർന്ന പ്രദേശങ്ങളും ഉള്ളതിനാൽ കപ്പലുകൾക്ക് അടുക്കാൻ സുരക്ഷിതമായൊരു പ്രദേശമായിരുന്നു ഇവിടം. യൂറോപ്പിൽ നിന്നും വന്നിരുന്ന പായ്ക്കപ്പലുകൾ ആദ്യകാലത്ത് ഇവിടെ അടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടം ഒരു തുറമുഖമായി മാറുകയായിരുന്നു. ഹാർബറിന് സമീപത്തു നിന്നും വണ്ടിയിൽ കയറി യാത്ര തുടരുമ്പോൾ നേരെ മുന്നിൽ ഒരു പള്ളിയാണ് കാണുന്നത്. കത്തീഡ്രൽ ഓഫ് ക്രൈസ്റ്റ് ദ കിങ് എന്ന കാത്തലിക് ചർച്ചാണ്. ലൂതറൻ സഭയ്ക്കാണ് മേധാവിത്വമെങ്കിലും കുറച്ച് കത്തോലിക്കരുമുണ്ട് ഇന്നാട്ടിൽ. വലതുവശത്ത് ഈ കാണുന്നത് ഇവിടുത്തെ ഇന്ത്യൻ എംബസിയാണ്. വലിയൊരു കോമ്പൗണ്ടാണ് ഇന്ത്യൻ എംബസിയുടേത്. എംബസി അടച്ച സമയമാണ്. അല്ലെങ്കിൽ അവിടെ ഒന്ന് കയറി അംബാസിഡറെ പരിചയപ്പെടാമായിരുന്നു. ഈ നഗരത്തിലെവിടെയും ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളൊന്നുമില്ല. പഴമ നിലനിർത്തുന്ന കെട്ടിടങ്ങൾ മാത്രം. കുറച്ചുകൂടി ചെന്നപ്പോൾ ഒരു പുൽമേടിന് സമീപം വണ്ടി നിർത്തി ഞാനിറങ്ങി. ഇതിവിടുത്തെ പാർലമെന്റിന് മുന്നിലുള്ള ഉദ്യാനമാണ്. നല്ല ലോണൊക്കെയുള്ള ഒരു ഉദ്യാനം.
അങ്ങേയറ്റത്ത് കാണുന്നത് പാർലമെന്റ് ഹോട്ടൽ എന്ന ഹോട്ടലാണ്. ആ ഹോട്ടലിനോളം പോലും വലിപ്പമില്ലാത്തതാണ് ഇവരുടെ പാർലമെന്റ്. അതാണ് കൗതുകകരമായ കാര്യം. ഇടതുവശത്ത് കാണുന്ന ഈ കൽക്കെട്ടിടമാണ് പാർലമെന്റ് ഹൗസ്. ഇത്രയേ ഉള്ളൂ ഒരു രാജ്യത്തിന്റെ പാർലമെന്റ്. നമ്മുടെ ഒരു പഞ്ചായത്ത് ഓഫീസിന് ഇതിലും വലിപ്പമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിന്റെ ഓഫീസൊക്കെ ഇതിലും വലുതാണ്. പക്ഷേ ഈ രാജ്യത്തിന് ഇതൊക്കെ മതി. 4 ലക്ഷം ആളുകളേ ഉള്ളൂ രാജ്യത്താകെ. അൽത്തിങ്കി എന്നാണ് ഐസ്ലാൻഡിന്റെ പാർലമെന്റ് അറിയപ്പെടുന്നത്. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴയ പാർലമെന്റാണ് അൽത്തിങ്കി. AD 930 ഈ രാജ്യത്തിന് പാർലമെന്റ് ഉണ്ടായിരുന്നു. 1881 നിർമ്മിച്ചതാണ് അൽത്തിങ്കി ഷൂസ് എന്നറിയപ്പെടുന്ന ഈ കെട്ടിടം. ആകെ 63 അംഗങ്ങളേ ഉള്ളൂ ഐസ്ലാൻഡിന്റെ പാർലമെന്റിൽ. 19 അംഗങ്ങൾ വീതമുള്ള പ്രോഗ്രസീവ് പാർട്ടിയും ഇൻഡിപെൻഡൻസ് പാർട്ടിയും ചേർന്നാണ് ഇപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നത്. ബഹുകക്ഷി ജനാധിപത്യമാണ് ഈ രാജ്യത്തേത്. ഇവിടെ ഒരു പള്ളിയുമുണ്ട്. പാർലമെന്റിനോട് ചേർന്നു തന്നെയാണത്. അവിടെ നിന്ന് കാറിൽ കയറി ഞങ്ങൾ യാത്ര തുടർന്നു. ആർക്കും ഇഷ്ടം തോന്നുന്ന ക്യൂട്ട് പട്ടണമാണ് റെയ്ക്യാവിക്. വലിയ വലിപ്പമൊന്നുമില്ല. സമ്മർ അവധിക്കാലത്ത് USA, സ്കാൻഡിനേവിയ ആൻഡ് ബാൾട്ടിക്, ജപ്പാൻ ആൻഡ് കൊറിയ, ചൈന ആൻഡ് മംഗോളിയ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഫോൺ 7591966600. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. സാം നഗരക്കാഴ്ചകളിലൂടെ എന്നെ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഒരു ജലാശയത്തിനടുത്തേക്ക് എത്തിയിരിക്കുന്നു. ചെറിയൊരു തടാകമെന്നോ വലിയ കുളമെന്നോ പറയാം. ധാരാളം ജലപക്ഷികൾ നീന്തുന്ന തടാകം. ക്യോർനിൻ എന്നാണ് ഇതിന്റെ പേര്. ആഴം നന്നേ കുറഞ്ഞ തടാകമാണ് ക്യോർനിൻ. 3 അടിയൊക്കെയാണ് പരമാവധി ആഴം. അത് പിന്നിട്ട് യാത്ര തുടരുമ്പോൾ വലതുവശത്ത് ഒരു ചെറിയ എയർപോർട്ടുണ്ട്. സിറ്റി എയർപോർട്ടാണത്. നേരെ മുന്നിൽ കാണുന്ന കെട്ടിടങ്ങളുടെ സമുച്ചയം നാഷണൽ ഹോസ്പിറ്റലാണ്. അവിടെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം നടക്കുന്നത് കാണാം. ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണിത്. ഏത് ചികിത്സയ്ക്കും ഇവിടെയാണ് വരേണ്ടത്. വേറെ ചില സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിലും ഐസ്ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ഹോസ്പിറ്റൽ നാഷണൽ ഹോസ്പിറ്റൽ തന്നെയാണ്. ഇവിടുത്തെ ഹോസ്പിറ്റൽ സംവിധാനത്തെ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളുമായി താരതമ്യം ചെയ്യരുത്. കോവിഡ് വന്നപ്പോൾ യൂറോപ്പിലാകെ ധാരാളം ആളുകൾ മരിക്കാൻ കാരണമുണ്ട്. ഇവിടെ എല്ലാവർക്കും ഉണ്ടാകും ഒരു ഫാമിലി ഡോക്ടർ. രോഗം വന്നാൽ ആദ്യം വിളിക്കേണ്ടത് ഫാമിലി ഡോക്ടറെയാണ്. അദ്ദേഹം തന്നെ വെയിറ്റ് ചെയ്യാനാണ് ആദ്യം പറയുക. അതായത് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ തന്നെ ആഴ്ചകളെടുക്കും. എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ എമർജൻസി ഹോസ്പിറ്റലിൽ പോകണം. പനിയോ ജലദോഷമോ മറ്റോ ആണെങ്കിൽ മരുന്ന് കിട്ടണമെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരാഴ്ച കഴിയും. കാരണം മരുന്നെങ്ങനെ കൊടുക്കാതിരിക്കാം, ആശുപത്രിയിലേക്ക് ആളുകളെ വരുത്താതിരിക്കാം എന്നൊക്കെയാണ് ഈ രാജ്യമൊക്കെ ചിന്തിക്കുക. തന്നെ മാറാവുന്നതാണെങ്കിൽ മാറട്ടെ എന്നുള്ളതാണ് പോളിസി. ഇക്കാണുന്നത് ഇവിടുത്തെ ചൈനീസ് എംബസിയാണ്. ചികിത്സയുടെ കാര്യം തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. ഐസ്ലാൻഡിൽ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലെ എല്ലാം കാര്യം സമാനമാണ്. നമ്മുടെ നാട്ടിലേതുപോലെ ഏതെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ഓടി ആശുപത്രിയിലേക്ക് പോകില്ല. ഫാമിലി ഡോക്ടറെ വിളിച്ച് അദ്ദേഹത്തോട് കാര്യമെല്ലാം വിവരിച്ച ശേഷം മാത്രമാണ് ചികിത്സ. അദ്ദേഹത്തിന്റെ ഡേറ്റ് കിട്ടുമ്പോഴേക്കും ചെറിയ രോഗങ്ങളാണെങ്കിൽ അത് മാറിയിട്ടുണ്ടാകും. പാരസെറ്റമോൾ പോലുള്ള മരുന്നുകൾ മാത്രമാണ് പെട്ടെന്ന് കിട്ടുന്നത്. മറ്റുള്ളതിനെല്ലാം പലപ്പോഴും ആഴ്ചകളോളം സമയമെടുക്കും. ഇവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. സഞ്ചാരം ഗ്രൂപ്പിലെ ആളുകളെല്ലാം റെയ്ക്യാവിക്കിൽ എത്തി എന്നുള്ള വിവരം കിട്ടി. നേരെ മുന്നിൽ കാണുന്ന ഗ്രാൻഡ് ഹോട്ടലിലാണ് അവർ താമസിക്കുന്നത്. നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാമെന്ന് ഞാനും തീരുമാനിച്ചു.
ഞങ്ങൾ ഐസ്ലാൻഡിലൂടെ ഒരു കറക്കം കഴിഞ്ഞ് വീണ്ടും റെയ്ക്യാവിക്കിലെത്തുമ്പോൾ സാമിനോടൊപ്പം സമയം ചെലവിടാം. ഇതാണ് ഗ്രാൻഡ് ഹോട്ടൽ. ഹോട്ടലിന് 2 ഭാഗങ്ങളുണ്ട്. 2 ബ്ലോക്കായിട്ടാണത്. ഇതാണ് ഒരു ഭാഗം. റെയ്ക്യാവിക്കിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഹോട്ടലുകളിലൊന്ന്. ഞാൻ അകത്തേക്ക് കയറി ചെന്നു. എന്റെ റൂം നേരത്തെ തന്നെ റെഡിയായിട്ടുണ്ട്. എനിക്കുള്ള അത്താഴവുമായി വരാമെന്ന് പറഞ്ഞാണ് സാം പോയിട്ടുള്ളത്. കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ മുറിയിലേക്ക് നടന്നു. 206 നമ്പർ മുറിയാണ് എന്റേത്. 2ാം നിലയിലെ മുറി. 1 മണിക്കൂർ കഴിയുമ്പോൾ സാം കഞ്ഞിയുമായി വരും. മുറിയിലേക്ക് കയറി ഒന്ന് ഫ്രഷായി. പിന്നെ സാം വരുന്നതും കാത്തിരുന്നു. അടുത്ത ദിവസം രാവിലെ ഗ്രൂപ്പിലെ എല്ലാവരും തന്നെ റെഡിയായിരിക്കുന്നു. ഇന്നലെ പകൽ ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നില്ല. ഞാൻ നേരത്തെ തന്നെ റെയ്ക്യാവിക്കിലേക്ക് പോന്നല്ലോ. ഇതെല്ലാം സഞ്ചാരം ഗ്രൂപ്പിലെ ആളുകൾ തന്നെയാണ്. യാത്ര പുറപ്പെടാൻ എല്ലാവരും റെഡിയായിരിക്കുന്നു. ലഗേജ് എടുത്തുകൊണ്ട് തന്നെ ഇറങ്ങി. ഈ ഹോട്ടലിൽ നിന്ന് തന്നെ ചെക്കൗട്ട് ചെയ്യുകയാണ്. ഇതാണ് ഞങ്ങളുടെ യാത്രയ്ക്കുള്ള ബസ്. ഇനിയൊരു 7 ദിവസത്തോളം ഞങ്ങൾ ഐസ്ലാൻഡിനെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ പോവുകയാണ്. ഈ ദ്വീപുരാജ്യത്ത് മൊത്തമായി ഒന്ന് ചുറ്റിക്കറങ്ങി 7 ദിവസം കഴിഞ്ഞ് വീണ്ടും റെയ്ക്യാവിക്കിലെത്തും. യാത്ര പുറപ്പെടുകയായി. പീറ്റർ എന്നാണ് ഈ ഡ്രൈവറുടെ പേര്. നല്ല വെയിലുള്ള സുന്ദരമായ ദിവസം. ഐസ്ലാൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ മൊത്തം ഐസായിരിക്കുമെന്നും ഗ്ലൂമി ആയിരിക്കുമെന്നും ചിന്തിക്കരുത്. നല്ല പ്രസന്നമായ അന്തരീക്ഷമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പട്ടണമാണ് റെയ്ക്യാവിക്. സുഖകരമായ കാലാവസ്ഥ. സമ്മർ ആയതുകൊണ്ടാണത്. വിന്ററിൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ. ആ സമയത്ത് എങ്ങും മഞ്ഞായിരിക്കും. വലിയ തിരക്കുകളില്ലാത്ത നല്ലൊരു നഗരമാണിത്. നല്ല ജീവിത സാഹചര്യങ്ങൾ, മികച്ച ജീവിത നിലവാരം, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും, പുൽമേടുകൾ, കടലിന്റെ സാന്നിധ്യം. ഇടയ്ക്കെല്ലാം ഭൂകമ്പവും അഗ്നിപർവ്വത സ്ഫോടനവും ഉണ്ടാകുമെന്ന് മാത്രം. യാത്രയിൽ ഞാൻ റെയ്ക്യാവിക്കിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. രസകരമായ കുറെ വിശേഷങ്ങളുണ്ട് ഈ റെയ്ക്യാവിക് നഗരത്തെ സംബന്ധിച്ച്. പിശാചുകളിലും കുട്ടിച്ചാത്തന്മാരിലും വലിയ വിശ്വാസമുള്ളവരാണ് നഗരവാസികൾ. ചില വൻകിട പ്രോജക്റ്റുകളുടെ നിർമ്മാണ പ്രവർത്തനം വരെ ചാത്തൻ പേടിയിൽ നിർത്തിവെക്കുകയോ കാലതാമസമുണ്ടാവുകയോ ചെയ്തിട്ടുണ്ട്. കുട്ടിച്ചാത്തന്മാരുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ വഴിതിരിച്ചുവിട്ട ചരിത്രവുമുണ്ട് ഇവിടെ. പിശാചുക്കളെക്കുറിച്ചും ചാത്തന്മാരെക്കുറിച്ചും ഐതിഹ്യങ്ങൾ പഠിപ്പിക്കുന്നതിനായി ഒരു വിദ്യാലയം തന്നെ ഈ നഗരത്തിൽ പ്രവർത്തിക്കുന്നു. ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് റെയ്ക്യാവിക് നഗരം സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് അല്പം ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം. സുഷുപ്തിയിലുള്ള നിരവധി അഗ്നിപർവ്വതങ്ങൾ നഗരത്തിനു ചുറ്റുമുണ്ട് താനും. എന്നാൽ അവയുടെ സാന്നിധ്യം നഗരത്തിന് ഗുണകരമാകുന്നുണ്ട്. റെയ്ക്യാവിക്കിനുള്ള വൈദ്യുതിയിലെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഭൂമിക്കടിയിൽ നിന്നുള്ള നീരാവിയിൽ നിന്നുമാണ്. ജിയോ തെർമൽ ഹീറ്റ് എന്ന് അതിനെ പറയും. ലോകത്ത് ഏറ്റവും വിനോദപ്രിയരായ പോലീസുകാരുള്ള നഗരം റെയ്ക്യാവിക് ആണെന്നാണ് പറയുക. അവരുടെ കുസൃതികൾ കൊണ്ട് പോലീസിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാ ദിവസവും നിറയും. പാതയോരത്തോ പാർക്കിംഗ് ഗ്രൗണ്ടിലോ കാണുന്ന കുട്ടികളുമായി കളിച്ചു നിൽക്കുക, പട്ടികൾക്കും പൂച്ചകൾക്കുമൊപ്പം പോസ് ചെയ്യുക, ഐസ്ക്രീം തിന്ന് രസിച്ച് നഗരത്തിലൂടെ നടക്കുക എന്നിങ്ങനെ നീളുന്നു അവരുടെ പരിപാടികൾ. ഹാർബറിനടുത്തുകൂടിയാണ് ഇപ്പോൾ പോകുന്നത്. യൂറോപ്പിലാകമാനം ഭീതി വിതച്ച് പാഞ്ഞു നടന്ന വൈക്കിങ്ങുകൾ ഐസ്ലാൻഡിലേക്ക് ആദ്യം കയറി വരുന്നത് ഈ വഴിയാണ്. ആദ്യകാലത്ത് നോർവേയിൽ നിന്നുമാണ് ഏറ്റവും അധികം ആളുകൾ ഇവിടേക്ക് കുടിയേറിയത്. നോർവേയാണ് ഐസ്ലാൻഡിനോട് ഏറ്റവും അടുത്തു കിടക്കുന്ന വലിയ രാജ്യവും. ഗ്രീൻലാൻഡ്, ഫറോ ഐലൻഡ്സ്, സ്കോട്ട്ലാൻഡ് എന്നിവയൊക്കെ ഐസ്ലാൻഡുമായി അടുത്തു കിടക്കുന്ന നാടുകളാണെങ്കിലും നോർവേക്കാരാണ് ആദ്യകാലത്ത് ഇവിടേക്ക് കയറി വന്ന് സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ചത്. വീണ്ടും ഒരിക്കൽ കൂടി ടോർണിൻ ലേക്കിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. ജലപക്ഷികളുടെ സാന്നിധ്യമാണ് ഈ തടാകത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. 50ഓളം ഇനങ്ങളിലുള്ള പക്ഷികൾ ഈ പരിസരങ്ങളിലായി വസിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇന്നലെ രാത്രിയിൽ കണ്ടതിലും സുന്ദരമാണ് ഇപ്പോൾ വെയിൽ തെളിഞ്ഞ നേരത്തുള്ള തടാകത്തിന്റെ കാഴ്ച. തടാകം മാത്രമല്ല,
നഗരമൊന്നാകെ ഇപ്പോൾ കൂടുതൽ സുന്ദരമായി തോന്നുന്നു. നല്ല പുൽമേടുകൾ, ഉന്മേഷദായകമായ കാഴ്ച, വൃത്തിയും ഭംഗിയുമുണ്ടെന്നതാണ് ഈ നഗരത്തിന്റെ ആകർഷണം. വൃത്തികേടാക്കുന്ന ഒന്നും തന്നെയില്ല. നേരെ മുന്നിൽ അങ്ങകലെ സവിശേഷ രൂപമുള്ള ഒരു കെട്ടിടം കാണാം. പെർലാൻ മ്യൂസിയമാണത്. നഗരത്തിലെ ഒരു നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. അഗ്നിപർവ്വതങ്ങളുടെയും ഭൂമിക്കടിയിലെ നിരവധിയായ നാച്ചുറൽ ആക്ടിവിറ്റികളുടെയും നാടെന്ന നിലയിൽ ഈ മ്യൂസിയത്തിന് ഇവിടെ വലിയ പ്രസക്തിയുണ്ട്. അഗ്നിപർവ്വതങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, ലാവ ഒഴുകുന്നത് എങ്ങനെയാണ് തുടങ്ങിയ ഭൗമ അത്ഭുതങ്ങളും പ്രതിഭാസങ്ങളുമെല്ലാം കാണിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന മ്യൂസിയമാണത്. ഈ നഗരത്തിൽ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം കാണുന്ന ഒരു മ്യൂസിയം. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ്. ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ. പെർലാൻ മ്യൂസിയത്തിൽ കുറേയേറെ ഷോകളുണ്ട്. ഈ നടക്കുന്നവർ സഞ്ചാരം ഗ്രൂപ്പിലുള്ളവരാണ്. ഓരോ ഗ്രൂപ്പിനും സന്ദർശനം മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഞങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്ന സമയം ഇപ്പോഴാണ്. അകത്തെ അത്ഭുത കാഴ്ചകൾ കാണാൻ ഞങ്ങളെല്ലാവരും മ്യൂസിയത്തിലേക്ക് നടന്നു. അതിനുള്ളിൽ ക്യാമറ അനുവദിക്കുമോ എന്ന ആശങ്കയോടെയാണ് എന്റെ നടത്തം.